സേഠ് ധൻരാജിന്റെയും ഭാര്യയുടെയും മകൾ ഝാൻവിക്ക് 4 വയസ്സ്, രണ്ടാമത്തെ മകൾ സോണിയയ്ക്ക് 3 വയസ്സ്, മൂന്നാമത്തെ മകൾ മാനസിക്ക് 2 വയസ്സ്. നാലാമത് വീണ്ടും അവർ ഗർഭിണിയായി. ഇത്തവണ അവർ 2 ഇരട്ടക്കുട്ടികളായ സ്നേഹ, നേഹ എന്നിവരെ പ്രസവിച്ചു. അങ്ങനെ സമയം കടന്നുപോയി. ഒരു ദിവസം സേഠ്ജി കുലപണ്ഡിതനെ 5 മക്കളുടെയും ജാതകം കാണിക്കാനായി വിളിച്ചു വരുത്തി. രാമ രാമ രാമ, ഇതെന്തൊരു വിധിയാ! ഇതുപോലെയുള്ള ജാതകം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്തു പറ്റി സ്വാമിജി? എല്ലാം ശരിയല്ലേ? അത്ര സുഖകരമല്ല. നിങ്ങളുടെ 5 പെൺമക്കളുടെ ജീവിതം പരസ്പരം ചേർന്ന് കിടക്കുന്നു. എന്താണ് മനസ്സിലായില്ല? എന്താന്ന് വെച്ചാ 5 പെൺമക്കളുടെയും വിവാഹം ഒരാളുമായി നടത്തിയില്ലെങ്കിൽ 5 പേരുടെയും ജീവൻ ആപത്താണ്. അതുകൊണ്ട് 5 പേർക്കും കൂടി ഒരു ഭർത്താവേ പാടുള്ളൂ. ഇത് കേട്ട് ഭാര്യയും സേഠ്ജിയും പേടിച്ചുപോയി. അങ്ങനെ പിന്നെയും സമയം കടന്നുപോയി. അങ്ങനെ അവർ 5 പേരും വളർന്നു വലുതായി. ഈ 5 പേരെയും കണ്ടപ്പോൾ അങ്ങനെ തോന്നി, 5 പേർക്കും ഒരേ ജീവൻ എന്ന പോലെ. മനീഷിന് സേഠ്ജിയുടെ മകൾ ജാൻവി ഇഷ്ടമായ പോലെ ജാൻവിക്കും മഹേഷിന് ഇഷ്ടമായി. എങ്കിൽ ശരി, നീ ജാൻവിയെ ഇഷ്ടപ്പെടുന്നു, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ മക്കളെ വിവാഹം കഴിക്കണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. ആ നിബന്ധനയ്ക്ക് നീ സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തിത്തരും. എന്താണ് ആ നിബന്ധന? എന്റെ ജാൻവിയെ വിവാഹം കഴിക്കാനായി ഞാൻ എന്തിനും തയ്യാറാണ്. അതായത് എന്റെ 5 മക്കളെയും വിവാഹം കഴിക്കണം. എന്താ, തയ്യാറാണോ? എന്താ ഇത്? അങ്ങെന്താ ഈ പറയുന്നേ? ജാൻവിയെ മാത്രമല്ല ബാക്കിയുള്ളവരെയും വിവാഹം കഴിക്കണമെന്നോ? അതിനൊരു കാരണമുണ്ട്. അതെനിക്ക് നിന്നോട് പറയാൻ പറ്റില്ല. എനിക്ക് പറയാനുള്ള ഇതാണ്: എനിക്ക് എൻ്റെ എല്ലാ പെൺകുട്ടികളും ഒരുപോലെയാണ്. അവർക്കാർക്കും ഒരബദ്ധം വരാൻ സമ്മതിക്കില്ല. അവരെ എല്ലാവരെയും വിവാഹം കഴിക്കാൻ തയ്യാറാണെങ്കിൽ ശരി, ഇല്ലെങ്കിൽ നീ ജാൻവിയെ മറന്നേക്ക്. അങ്ങ് എന്നോട് ക്ഷമിക്കണം, എനിക്കിത് അംഗീകരിക്കാൻ കഴിയില്ല. ജാൻവി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അവരെ എല്ലാവരെയും കൂടെ എനിക്ക് ഭാര്യമാരായി സ്വീകരിക്കാൻ കഴിയില്ല. ജാൻവി, നീ എന്നെ മറന്നേക്ക്. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞുപോയി. പക്ഷെ മഹേഷിനും ജാൻവിക്കും പരസ്പരം കാണാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇനി എത്ര നാൾ ഇതുപോലെ കരഞ്ഞുകൊണ്ടിരിക്കും ചേച്ചി? ഇത്രയ്ക്കും സ്നേഹമാണെങ്കിൽ ഒളിച്ചോടി പൊക്കൂടെ ചേച്ചി? അതെ ചേച്ചി, ഇതിന് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. പിന്നെ ഒരു ദിവസം ഈ 4 സഹോദരിമാരുടെയും സഹായത്തോടെ ഒരു ബൈക്കിൽ കയറി അവർ 2 പേരും നാട് വിട്ടു. പെട്ടെന്ന് പോ മനീഷ്, പെട്ടെന്ന് പോയി കല്യാണം കഴിക്കാം മഹേഷ്. പിന്നെ അച്ഛൻ നമ്മൾ ഒരിക്കലും വേർപിരിക്കത്തില്ല. നീ വിഷമിക്കണ്ട, അവിടെയെല്ലാം തയ്യാറാണ്. പിന്നെ അമ്പലത്തിൽ ചെന്ന് അവർ 2 പേരും കല്യാണം കഴിച്ചു. ആ കാര്യം സേഠ്ജിക്ക് എങ്ങനെയോ മനസ്സിലായി. കല്യാണം കഴിഞ്ഞ് മഹേഷിന്റെ വീട്ടിലേക്ക് അവർ എല്ലാവരും വന്നു. കല്യാണം കഴിഞ്ഞു വന്നതും ജാൻവിയുടെ ആരോഗ്യനില മോശമായി. മനീഷ് അവളെ വേഗം ആശുപത്രിയിൽ എത്തിച്ചു. ഈ കാര്യം സേഠ്ജിക്ക് മനസ്സിലാകുന്നു. അദ്ദേഹം അവിടെ എത്തിച്ചേർന്നു. ഇതെല്ലാം നീ കാരണമാണ് സംഭവിച്ചത്. നീ എന്റെ ഒരു മോളെ വിവാഹം കഴിച്ചു. ഇപ്പോൾ അവളുടെ ജീവൻ അപകടത്തിലാണ്. അർത്ഥം ഇതാണ്: എന്റെ 5 മക്കളുടെയും ജാതകത്തിലുണ്ട്. അവർക്ക് 5 പേർക്കും കൂടി ഒരു ഭർത്താവേ പാടുള്ളൂ, ഇല്ലെങ്കിൽ അവരുടെ ജീവൻ അപകടത്തിലാകും. ഇന്ന് നീ കാരണം എന്റെ മോൾ ആശുപത്രിയിലായി. എനിക്കെന്റെ മോളെ നഷ്ടപ്പെടും. ഇല്ല, എന്റെ ജാൻവിക്ക് ഒരു ആപത്തും വരില്ല. അവളെ രക്ഷിക്കാൻ എന്തിനും ഞാൻ തയ്യാറാണ്. ഞാൻ ആരെ വേണേ വിവാഹം കഴിക്കാം. മനീഷ് അങ്ങനെ ബാക്കി 4 സഹോദരിമാരെയും വിവാഹം കഴിച്ചു. അങ്ങനെ ജാൻവിയുടെ ആരോഗ്യനില പൂർണ്ണമായും മെച്ചപ്പെട്ടു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് അവൾ മെച്ചപ്പെട്ട് തിരികെ വീട്ടിൽ വന്നു. അങ്ങനെ എല്ലാ സഹോദരിമാരും സന്തോഷത്തോടെ ഒരു ഭർത്താവിനൊപ്പം ജീവിക്കാൻ തുടങ്ങി. ആഷിൻ തന്റെ ഭർത്താവിന്റെ കൂടെ ഷോപ്പിങ്ങിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ വരുൺ അപ്പോൾ പറഞ്ഞു, അച്ചൽ നോക്ക്, ഷോപ്പിംഗ് ഒക്കെ കുറച്ച് ശ്രദ്ധിച്ചു ചെയ്യണം. കഴിഞ്ഞ മാസമല്ലേ നീ ഷോപ്പിങ്ങിന് പോയി ഒരുപാട് വാങ്ങിയത്? അയ്യോ, ഞാനിതുവരെ ഷോപ്പിംഗ് തുടങ്ങിയതേയില്ല. അതിനുള്ളിൽ നിങ്ങൾ പണം ലാഭിക്കാൻ നോക്കുക അല്ലേ? അയ്യോ, നിന്നെ ഞാൻ ലെക്ചർ എടുത്തതല്ല. അമ്മയെ പോലെ കുറച്ചൊക്കെ പിശുക്ക് കാണിക്ക്. കാന്തി ഓരോ രൂപയും നോക്കി ചിലവഴിച്ചു. എന്നാൽ മരുമക്കൾ ഒരുപാട് ചിലവ് ചെയ്യുമായിരുന്നു. അവർ എത്ര തവണ പറഞ്ഞാലും എന്നാൽ മരുമക്കൾ അവർ പറഞ്ഞത് കേട്ടതേയില്ല. ഇങ്ങനെയുള്ളപ്പോൾ ഒരു ദിവസം സോഫയിലിരുന്ന് കണ്ണാടിയും വെച്ച് ആ മാസത്തെ ചിലവുകൾ എടുത്തു നോക്കിയപ്പോൾ അത് കണ്ട് അവർ അപ്പോൾ ഷോക്കായിപ്പോയി. അയ്യോ ദൈവമേ, 1 മാസം ചിലവ് ചെയ്ത പൈസ ഈ വീടിനു വേണ്ടി മാത്രമാണോ ചെയ്തത്? അതോ ഈ ഗ്രാമത്തിന് മുഴുവനും വേണ്ടി ചിലവാക്കിയതാണോ? ദൈവമേ, ഞാൻ 1 മാസം ഇവളുമാരെ ഏൽപ്പിച്ചപ്പോൾ മുഴുവനും ചിലവാക്കിയിട്ട് എവിടെ പോയിരിക്കുക എല്ലാം? എടി മരുമക്കളെ, 3 പേരും എവിടെയാ? വേഗം വെളിയിൽ വാ. അങ്ങനെ അമ്മായിയമ്മ വിളിച്ച ഉടനെ 3 പേരും അമ്മായിയമ്മയുടെ മുൻപിൽ വന്നു നിന്നു. അപ്പോൾ ഒരു മരുമകൾ പറഞ്ഞു, അമ്മേ, എനിക്കറിയാം, ചായ ഉണ്ടാക്കാനല്ലേ വിളിച്ചത്. ഞാൻ നേരത്തെ തന്നെ ചായ ഇട്ടു.
നിന്റെ ചായ കൊണ്ടുപോയി വെളിയിൽ കള. ആദ്യം നിങ്ങൾ ഇത് പറ, എന്റെ കയ്യിലിരിക്കുന്ന ഇതിന്റെ പേരെന്താ? അമ്മേ, അത് കണ്ടിട്ട് ഡയറി പോലെ തോന്നുന്നുണ്ടല്ലോ. ആ, ഇത് ഡയറിയാന്നുള്ളത് എനിക്കും അറിയാം. ഞാൻ ഇതിനെക്കുറിച്ചല്ല ചോദിച്ചത്. ഇത് ചിലവെഴുതുന്ന ഡയറിയാണ്. ഈ മാസം 40,000 രൂപ ചെലവായി. അതിനുള്ള കണക്കെനിക്കിതാ. ആദ്യം പറ, നിങ്ങൾ ഈ പണം എന്തിനാ ചിലവഴിച്ചത്? ഇത്രയും പണം ചിലവാക്കേണ്ട ആവശ്യമെന്താ? 2-3 തവണ ബന്ധുക്കൾ വന്നാൽ പോലും ഇത്രയും ചിലവാകില്ല. അമ്മേ, അത് ഇപ്പോൾ എല്ലാത്തിനും വില കൂടിയില്ലേ? ചിലവ് അപ്പോൾ ഡബിളാകും. അതെ അതെ, ചേച്ചി ശരിയായിട്ടാ പറഞ്ഞത്. ഒന്നും വേണ്ട, ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് സാരി വാങ്ങാൻ പോയില്ലേ, 2 സാരി എടുക്കാൻ 6,000 രൂപയായി. എന്താ, 2 സാരിക്ക് 6,000 രൂപയോ? അമ്മേ, സാരിയുടെ കാര്യം പിന്നെയും പോകട്ടെ. ഇന്നലെ ഞാൻ പാർലറിൽ പോയി. വെറും ഫേഷ്യലിനും വാക്സിങ്ങിനും 7,000 രൂപയായി. എന്താ പറഞ്ഞത്, 7,000 രൂപയോ? അതെ അമ്മേ, അപ്പോയിന്റ്മെന്റ് എടുക്കാൻ തന്നെ 2,000 രൂപയായി. കാരണം അതൊരു വലിയ ബ്രാൻഡഡ് ബ്യൂട്ടി പാർലർ അല്ലേ. അയ്യോ, ഇത്രയും പണം അടിച്ചു മാറ്റിയല്ലോ. ആ പാർലർ നശിച്ചു പോകും. ഇപ്പോൾ മനസ്സിലായി മാസം ഇത്രയും പണം എങ്ങനെ ചിലവായെന്ന്. 3 പേരും എന്തിനാ ഇത്രയും പണം ചിലവഴിക്കുന്നത്? എന്നാൽ അമ്മ, ഇതൊക്കെ ആവശ്യമുള്ള ചിലവല്ലേ? ഞങ്ങൾ പാഴ്ചിലവ് ചെയ്തില്ലല്ലോ. ഒരു വീട്ടിൽ 3 മരുമക്കൾ ഉള്ളപ്പോൾ ചിലവൊക്കെ വരില്ലേ? ചിലവ് നിങ്ങൾ 3 പേരും കാരണമാ. നിങ്ങൾ 3 പേരും എന്തിനാ ഇങ്ങനെ പണം ചിലവഴിക്കുന്നത്? വെറുതെ എന്നെ ഇങ്ങനെ നോക്കണ്ട. എന്റെ കൺമുൻപിൽ നിന്ന് പോ. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് തലവേദനിക്കുന്നു. എന്നാൽ അമ്മേ, ഒരു മസാല ചായ കൊണ്ടുവരട്ടെ? ആദ്യം തലവേദനയ്ക്കുള്ള ഗുളികതാ, പിന്നെ ചായ കൊണ്ടുവാ. ശരി അമ്മേ, കൊണ്ടുവരാം. കാന്തി തലയിൽ കൈവച്ച് ഇരുന്നു പോയി. എന്തുകൊണ്ടെന്നാൽ വീട്ടിൽ ഒരാൾ ധാരാളിച്ചാലേ സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ വീട്ടിലെ 3 മരുമക്കളും നന്നായി ചിലവഴിക്കുന്നവരാണ്. അതുകൊണ്ട് കാന്തിക്ക് ഇതൊന്നും സഹിക്കാനേ പറ്റിയില്ല. ഒരു ദിവസം രാവിലെ കാന്തിയുടെ മകൻ പ്രഭാസ് ചോദിച്ചു, അമ്മേ, ഞാൻ കാർപ്പന്ററിനെ വിളിച്ചിട്ടുണ്ട്. അമ്മയുടെ ബെഡ് റിപ്പയർ ചെയ്യാൻ അയാൾ വരും. എന്നാൽ അമ്മേ, ആ പഴയ ബെഡിന് എന്തിനാ ഇത്ര പണം ചെലവാക്കുന്നത്? അമ്മയ്ക്ക് വേണ്ടി ഒരു പുതിയ ബെഡ് വാങ്ങിയാൽ പോരെ? നോക്കുമോനെ, കുറച്ച് പണം കൊണ്ട് തന്നെ ഇതൊക്കെ ശരിയാക്കാമെങ്കിൽ എന്തിനാ വെറുതെ പാഴ്ചിലവ് ചെയ്യുന്നത്? അതെ, നോക്കൂ, ആ കാർപ്പന്റർ വരില്ലേ? എനിക്കൊരു പുതിയ ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തു തരാൻ പറയൂ. പിന്നെ ഒരു വള സ്റ്റാൻഡും വയ്ക്കണം. കാരണം വളയെല്ലാം അവിടെയും ഇവിടെയും കിടക്കുവാ. പഴയ ഡ്രസ്സിംഗ് ടേബിളും അത്ര നല്ലതല്ല. അയ്യോ ചേച്ചി, ഈ ഐഡിയ കൊള്ളാമല്ലോ. എനിക്കൊരു ജ്വല്ലറി ബോക്സ് ഉണ്ടാക്കി തരാമോ? പിന്നെ കുറച്ച് വലുതാവട്ടെ ജ്വല്ലറി ബോക്സ്. കേട്ടോ? ഞാൻ പണം ലാഭിക്കാമെന്ന് കരുതി പഴയ സാധനങ്ങൾക്കായി കുറച്ച് പണം ചിലവഴിച്ച് ശരിയാക്കുമ്പോൾ നിങ്ങൾ ചിലവ് കൂട്ടാൻ നോക്കുന്നോ? അയ്യോ അമ്മേ, എപ്പോഴും ചിലവെന്ന് എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? ഒരു ചെറിയ പെട്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ ചിലവെന്ത് വരാനാ? 2 പേരും മിണ്ടാതെ നിൽക്ക്. നിങ്ങളെക്കുറിച്ച് എനിക്ക് വളരെ നന്നായി അറിയാം. എന്റെ കട്ടിലൊന്നും റെഡിയാക്കണ്ട. ഞാൻ താഴെ തന്നെ പായയിട്ട് കിടക്കാം. എന്നാൽ ഒരു കാർപ്പന്ററും ഈ വീട്ടിൽ വരാൻ പാടില്ല. കുറച്ച് ചിലവ് ചെയ്യുന്നതും ഇവര് കാരണം ഞാൻ ആ ചിലവും അങ്ങ് നിർത്താം. അമ്മേ, എവിടേക്ക് പോകുക? ഞാൻ പറയുന്നത് കേൾക്കൂ. കാന്തി പ്രഭാസ് പറയുന്നതൊന്നും കേൾക്കാതെ അവിടെ നിന്നും പോയി. എന്നാൽ മരുമക്കളെ അത് ഒട്ടും ബാധിച്ചതേയില്ല. അവർ അവരുടെ ജനിച്ച വീട്ടിൽ പോയി ആവശ്യമുള്ള എല്ലാം ചെയ്ത് എടുത്തുകൊണ്ടുവന്നു. ഇത് കണ്ടപ്പോൾ കാന്തിയും തലയിൽ കൈവച്ചിരുന്നു പോയി. അങ്ങനെ ഒരു അവധി ദിവസം കാന്തി വെളിയിൽ പാർക്കിൽ ചുറ്റി നടന്നു. അപ്പോൾ എല്ലാവരും ഹാളിലിരുന്ന് ചായ കുടിച്ച് തമ്മിൽ സംസാരിച്ചിരുന്നു. സൺഡേ ആയിട്ട് സ്പെഷ്യൽ എന്താ ചേച്ചി? ആലുപൊറോട്ടയും പിന്നെ റെയ്ത്ത ബൂന്തിയും ചെയ്തിട്ടുണ്ട്. അയ്യോ, ഉരുളക്കിഴങ്ങ് എനിക്ക് ഇഷ്ടമേ അല്ല. അത് കഴിച്ചാൽ എനിക്ക് ഗ്യാസാ. എനിക്ക് വേണ്ട കേട്ടോ. പിന്നെ ഞങ്ങൾ വേറെ എന്തുണ്ടാക്കാനാ? വീട്ടിൽ പച്ചക്കറികളില്ല. ഇന്ന് ഞായറാഴ്ചയായിട്ട് പച്ചക്കറി കടയും അടവാ. എന്നാൽ നമുക്ക് വെളിയിൽ നിന്നും ഓർഡർ ചെയ്യാം. ഒരു ദിവസം വെളിയിൽ നിന്ന് കഴിക്കാമെന്നേ. എന്നാൽ പിന്നെ നമുക്ക് വെളിയിൽ നിന്ന് തന്നെ വാങ്ങാം. നിങ്ങൾ പറഞ്ഞത് ശരിയാ ഋതു. വേഗം ഓർഡർ ചെയ്യ്. അതിനുള്ളിൽ ഞാൻ ഫ്രഷ് ആകട്ടെ. ശേഷം ഋതു അവളുടെ ഫോൺ എടുത്ത് എല്ലാവർക്കും വേണ്ട ഭക്ഷണം ഓർഡർ ചെയ്തു. അങ്ങനെ കുറച്ചു സമയത്തിനുള്ളിൽ ഡെലിവറി ബോയ് അവരുടെ ഭക്ഷണവുമായി വന്നു. ഋതുവും അത് പെട്ടെന്ന് പോയി വാങ്ങി. ഋതു ഭക്ഷണം ടേബിളിൽ വെച്ചപ്പോൾ ആഷൻ ചോദിച്ചു, അയ്യോ ചേച്ചി, എന്താ ഇത്? എല്ലാവർക്കും പിസ്സ ഓർഡർ ചെയ്തോ? എനിക്ക് പിസ്സ ഇഷ്ടമല്ലെന്ന് ചേച്ചിക്ക് അറിയില്ലേ? അതെ ഋതു, ഇത് അമ്മയും കഴിക്കില്ല. എനിക്ക് ഇഷ്ടമുള്ളതാണ് ഞാൻ ഓർഡർ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഓർഡർ ചെയ്തോളൂ. ഇതെല്ലാം കേട്ട് കാന്തി അവരുടെ റൂമിൽ നിന്ന് വെളിയിലേക്ക് വന്നു. ഇതെല്ലാം ആരാ ഓർഡർ ചെയ്തത്? അത് പിന്നെ അമ്മേ, ഞങ്ങൾക്ക് വെളിയിൽ നിന്ന് കഴിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഓർഡർ ചെയ്തു. പിന്നെ അമ്മയ്ക്കിഷ്ടമുള്ള ഭക്ഷണവും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിനുവേണ്ടി എത്ര പണം ചിലവായി? അത് ഒരു 10,000 രൂപയായി. ഒരു നേരത്തെ ഭക്ഷണത്തിന് 10,000 രൂപയോ? അമ്മേ, അത് ഒരു കോസ്റ്റ്ലി റെസ്റ്റോറന്റ് ആണ്. അതിനു പകരം വീട്ടു സാധനങ്ങൾ വാങ്ങി
നിങ്ങൾക്ക് തന്നെ പാചകം ചെയ്യരുതായിരുന്നോ? ഇത്രയും വാങ്ങി വെച്ചിട്ടുണ്ട്, എന്നാൽ മുഴുവനും കഴിച്ചില്ലല്ലോ. നമ്മളെ കൊണ്ട് കഴിക്കാൻ പറ്റുന്ന അത്രയല്ലേ കഴിക്കാൻ പറ്റൂ. ഒരുപാട് കഴിച്ചിട്ട് വയറ് കേടായാൽ? എന്നാൽ ഫ്രിഡ്ജിൽ വെക്കൂ. അല്ലമ്മേ, ഫ്രിഡ്ജിൽ വെച്ചാൽ അതിന്റെ ടേസ്റ്റ് തന്നെ പോകും. ഇത് വെളിയിൽ വച്ചാലും കേടായി പോവുകയുള്ളൂ. പിന്നെ ഇത് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയേണ്ടി വരും. അയ്യോ, ചവറ്റുകുട്ടയിൽ പോകുന്നത് നിങ്ങളുടെ ഫുഡല്ല, ഭർത്താക്കന്മാരുടെ അധ്വാനമാണ്. നിങ്ങൾക്ക് ആ ചിന്ത കുറച്ചെങ്കിലും ഉണ്ടോ? കുറച്ചെങ്കിലും പണം മാറ്റിവെക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നതേയില്ലേ? നിങ്ങൾ ഈ ശീലം ഉടനെ തന്നെ മാറ്റിയില്ലെങ്കിൽ നമ്മൾ തെരുവിലാവുന്ന സമയം അടുത്തുകൊണ്ടേ വരും. എന്നാൽ അമ്മേ, ഈ ചിലവെല്ലാം ഞങ്ങൾ അമ്മയുടെ തലയിൽ ഇട്ടില്ലല്ലോ. എന്തിനാ വഴക്ക് പറയുന്നത്? കുറച്ചെങ്കിലും ബുദ്ധിയുള്ളതുപോലെ സംസാരിക്കൂ. നിങ്ങൾ ഒരുപാട് ചിലവഴിക്കാതെ കുറച്ച് പണം കൊണ്ട് വയറു നിറയ്ക്കാനുള്ള ഭക്ഷണം വാങ്ങാൻ പറ്റില്ലേ? നിങ്ങൾ 3 പേരും പണം ലാഭിക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ കഷ്ടപ്പെടും. അതിന്റെ നഷ്ടം ഭയങ്കരമായിരിക്കും. എന്നാൽ മരുമക്കൾ കാന്തി പറയുന്നത് എവിടെ കേൾക്കാനാ? അവർ അമ്മ പറയുന്നത് ഒരു ചെവിയിൽ കേട്ട് മറു ചെവിയിൽ കളയും. ഇങ്ങനെ കുറച്ചു നാളുകൾ കടന്നുപോയി. ഒരു ദിവസം വന്ദന ഫോണിൽ സംസാരിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ ആച്ചൽ വന്നു ഇങ്ങനെ ചോദിച്ചു, ചേച്ചി, എന്തിനാ കരയുന്നത്? ആച്ചൽ, നിന്റെ കയ്യിൽ ഒരു 20,000 രൂപയുണ്ടോ? എന്റെ അനിയന്റെ വൈഫിന് സുഖമില്ല, അവളിപ്പോൾ ഹോസ്പിറ്റലിലാ. എന്റെ അനിയൻ വിളിച്ചിരുന്നു, ഇപ്പോൾ അവന് 20,000 രൂപ വേണമത്രേ. എന്നാൽ ചേച്ചി, എന്റെ കയ്യിൽ 3,000 രൂപയുള്ളൂ. നിങ്ങൾ ചേട്ടനോട് ചോദിച്ചു നോക്കൂ. ഇല്ല, കഴിഞ്ഞ ആഴ്ച പാർട്ടിക്ക് വേണ്ടി ഞാനൊരു 20,000 രൂപ വാങ്ങിയിരുന്നു. ഇനി എങ്ങനെ ഒന്നുകൂടെ ചോദിക്കാൻ പോകും? അപ്പോൾ ഋതുവും അവിടെ വന്നു. വന്ദന ഋതുവിനോട് ചോദിച്ചപ്പോൾ ഋതു എന്റെ കയ്യിൽ 1000 രൂപയേ ഉള്ളൂ, അതേ ഉള്ളെന്നും പറഞ്ഞു. അപ്പോൾ വന്ദന വീണ്ടും കരയാൻ തുടങ്ങി. ആ ശബ്ദം കേട്ട് അമ്മായിയമ്മയും അവിടെ വന്നു. അപ്പോൾ വന്ദന അമ്മായിയമ്മയെ നോക്കി പറഞ്ഞു, അമ്മ എന്നെ ഒന്ന് സഹായിക്കൂ. എന്റെ അനിയന് ഇപ്പോൾ കുറച്ച് പണം ആവശ്യമുണ്ട്. പാഴ്ചിലവ് ചെയ്തതുകൊണ്ട് എന്റെ കയ്യിൽ പണമില്ല. ദയവ് ചെയ്ത് ഞാനിനി ഇങ്ങനെ ഒന്നും ചെയ്യില്ല. കുറച്ച് പണം തരൂ അമ്മേ. അമ്മേ, ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങൾ വളരെ വലിയ തെറ്റ് ചെയ്തു. ഞങ്ങൾ ആവശ്യമില്ലാത്ത ചിലവിന് വേണ്ടി ഒരുപാട് പണം ദൂർത്തടിച്ചു കളഞ്ഞു. അതെ അമ്മേ, അമ്മ ഒരുപാട് തവണ പറഞ്ഞു. എന്നാൽ ഞങ്ങൾ അമ്മ പറയുന്നത് കേട്ടതേയില്ല. മുതിർന്നവർ പറയുന്നത് ശരിയാ. തലവേദനയും വയറുവേദനയും അവരവർക്ക് വന്നാലേ അറിയൂ. ഇത്രയും നാൾ ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല. എന്നാൽ ഇപ്പോൾ മനസ്സിലായല്ലോ. കുറച്ച് ലേറ്റായെങ്കിലും കുഴപ്പമില്ല. നോക്കുമോളെ, നിന്റെ വീട്ടിലെ മരുമകൾക്ക് ഒന്നും പറ്റില്ല. ഞാൻ ചികിത്സയ്ക്കുള്ള പണം തരാം. എന്നാൽ ഇന്നു മുതൽ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. ഇങ്ങനെയുള്ള അനാവശ്യ ചിലവുകൾ നിങ്ങൾ കുറയ്ക്കണം. ഭാവിക്ക് കുറച്ചെങ്കിലും പണം കരുതൂ. നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാണ് ഞാനീ പറയുന്നത്. അപ്പോൾ എല്ലാവരും കൈകൊണ്ട് തൊഴുത് അമ്മയോട് മാപ്പും ചോദിച്ചു. ഇനി പാഴ്ചെലവ് ചെയ്യരുതെന്നും അവർ തീരുമാനിച്ചു. Thanks for watching.